ഹലോ ഗൈസ്, ഞാൻ നിങ്ങൾ സ്വന്തം ഓട്ടോവാല. ഇപ്പോൾ ഞങ്ങൾ പ്രീപെയ്ഡ് ഓട്ടോ സ്റ്റാൻഡിലാണ്. ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഓട്ടോക്കാർ ഓടാറില്ല ഇവിടെ. കുറച്ച് ദിവസമായിട്ട് എറണാകുളം സൗത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ഓട്ടോക്കാരുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇവിടുത്തെ ഓട്ടോ ഇപ്പോൾ ഓടാൻ പറ്റില്ല സാധാരണ ആൾക്കാർക്ക്. എന്താ സിറ്റി പെർമിറ്റ് മാത്രം ഓടാനുള്ളതാണ്. പല സിറ്റി പെർമിറ്റ് നിലവിൽ ഓടുന്ന ആൾക്കാർ വരെ ഇവിടെ വന്ന് കയറി ഓടില്ല. ഞാൻ നോക്കിയപ്പോൾ കുറേ കസ്റ്റമേഴ്സ് അവിടെ ടാഗ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആർക്കും ഓട്ടോ ഓടാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറയാനുള്ളത് നമ്മളിപ്പോൾ സിറ്റി പെർമിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ഓപ്ഷൻ റെയിൽവേ വിട്ട് കളയാം. അതായത് ഇവിടെ സിറ്റി പെർമിറ്റ് ഇഷ്യൂ ചെയ്യണല്ലോ, മനസ്സിലായില്ലേ? സിറ്റി പെർമിറ്റ് ഇഷ്യൂ ചെയ്യണല്ലോ. അപ്പോൾ സിറ്റി പെർമിറ്റ് ഇഷ്യൂ ചെയ്യാത്ത കാലഘട്ടത്തോളം നമുക്കിവിടെ ഓടാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷനിലാണ് റെയിൽവേ പറയുന്നത്. പക്ഷേ ഈ റെയിൽവേ പറയുന്ന കാര്യത്തിൽ റെയിൽവേക്ക് സാമ്പത്തിക ലാഭം മാത്രമേ റെയിൽവേ നോക്കുന്നത്. സിറ്റി പെർമിറ്റിൻ്റെ കാര്യം അവർ നോക്കേണ്ട ആവശ്യമില്ല. ഇനി ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാരാണോ എന്ന് അറിയാൻ വേണ്ടി PCC എടുക്കാൻ പറയുന്നുണ്ട്. ആ PCC എടുക്കാൻ എല്ലാ തൊഴിലാളികളും തയ്യാറാണ്. എല്ലാ തൊഴിലാളികളും പാസ് എടുത്ത് ഇങ്ങോട്ട് ഓടാൻ തയ്യാറാണ്. പക്ഷേ ഇവിടെ സിറ്റി പെർമിറ്റും പാസ് എടുത്തിട്ടുള്ള ചില ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷക്കാരുടെ ഇടയിൽ നിന്നിട്ട് മറ്റുള്ള ഓട്ടോറിക്ഷക്കാരെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ആളുകൾ, അവരെ നമ്മളിവിടെ നിന്ന് മാറ്റണം. അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും, അതോടുകൂടി എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മളെ പ്രശ്നങ്ങൾക്ക് പരിഹാരം. മനസ്സിലായി? ഇതല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല ഇതിനകത്ത്. താങ്ക് യു. ഇവിടെ മൊത്തം ഇപ്പോൾ ഓട്ടോകൾ നിരനായിട്ട് കിടക്കണം. നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് ഓടാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇവിടെ ഇവർക്ക് മാത്രമാണ് ഇപ്പോൾ ഓടാൻ അനുവാദമുള്ള രീതിയിൽ ഇവർ കാണിച്ചു കൂട്ടുന്നത്. നമുക്ക് മറ്റുള്ള ആൾക്കാരോട് സംസാരിച്ച് നോക്കാം എന്താണ് അവരുടെ അഭിപ്രായം. എത്രമാത്രമാണ് ഈ ഇപ്പോൾ പ്രീപെയ്ഡായിട്ട് ബുദ്ധിമുട്ടുമൊക്കെ അനുഭവിക്കണല്ലോ. ഇപ്പോൾ എത്രമാത്രമാണ് നിങ്ങൾ ഇതിന് ഡിപ്പെൻഡൻ്റായിട്ട് നിൽക്കണം? ഞങ്ങൾ 100% ഡിപ്പെൻഡൻ്റായിട്ട് നിൽക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. ഞങ്ങൾ വേറെ വെളിയിൽ പോയി ട്രിപ്പൊന്നും എടുക്കാറില്ല. കാരണം ഇവിടെ നമുക്ക് പോയി ആളുകളോട് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. കറക്റ്റായിട്ടുള്ള പൈസ നമുക്ക് പേയ്മെന്റ് വളരെ കുറവുമാണ്. ആ പേയ്മെന്റിൽ നമ്മൾ നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അത് മാത്രമല്ല, ഇവിടെ വരുന്ന ആളുകൾക്ക് കൺവീനിയൻസ് ആണ് ഈ പ്രീപെയ്ഡ് എന്നുള്ളത് സംവിധാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിയിൽ ആളുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, ഇവിടെ നമ്മൾ പറഞ്ഞ രീതിയിൽ നല്ല സർവീസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ നിൽക്കുന്നത്. അത് പൊളിക്കാനാണ്. അത് പൊളിച്ചുകൊണ്ട് കൂടുതൽ പൈസ കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകാൻ, ഈ പ്രീപെയ്ഡ് സംവിധാനം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് കുറേ ആളുകൾ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക്സ്.